ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് അവകാശപ്പെട്ട ഒരു ജയിലിൽ നിന്നും തികച്ചും അവിശ്വസനീയവും അതിസാഹസികവുമായി രക്ഷപ്പെട്ട 3 ജയിൽ പുള്ളികളുടെ കഥയാണിത്. ആയിരത്തി 1934 മുതൽ 1964 വരെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് 1.25 മൈൽ അകലെ അൽക്കാട്രസ് ദ്വീപിൽ 12 ഏക്കർ ഭൂമിയിലായിരുന്നു ജയിൽ നിലനിന്നിരുന്നത്. ദ്വീപിന്റെ പേരിൽ തന്നെ ജയിലും അൽക്കാട്രസ് ജയിൽ എന്ന് അറിയപ്പെട്ടു. ടൈറ്റാനിക് കപ്പലിന്റെ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നതുപോലെ ഒരു അവകാശവാദം ഈ ജയിലിനെക്കുറിച്ച് അധികൃതർക്ക് ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നത് തന്നെ. കേവലം അവകാശവാദം പറയുക മാത്രമല്ല, അത്രമേൽ കഠിനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സജ്ജീകരണങ്ങൾ. ഒന്നാമതായി, ഒരു ദ്വീപിലായതിനാൽ തന്നെ ജയിലിന് ചുറ്റും കടലായിരുന്നു. അതിലെ ജലം അതികഠിനമായ തണുപ്പായിരുന്നത്രേ. അക്കാലത്ത് കുളിക്കാൻ ചൂടുവെള്ളം നൽകിയിരുന്ന ഏക ജയിലായിരുന്നത്രേ അൽക്കാട്രസ്. അതിനുള്ള കാരണം പറയപ്പെടുന്നത്, ദിവസേന ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ച പ്രതികൾ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കടലിലെ ജലത്തിന്റെ അമിതമായ തണുപ്പ് ശരീരത്തിന് താങ്ങാനുള്ള ശേഷി കുറയ്ക്കുമെന്നതായിരുന്നു. ജയിലാകട്ടെ ഉയരം കൂടിയ കമ്പിവേലികളാലും ശക്തമായ കോൺക്രീറ്റ് മതിലുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ജയിലിന്റെ ഓരോ മൂലയിലും ഉന്നം പിഴയ്ക്കാത്ത നിരവധി ഉദ്യോഗസ്ഥർ സദാസമയം തോക്കുമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ഉടൻ വെടിവെച്ച് കൊല്ലാനുള്ള പൂർണ്ണ അധികാരം അവർക്കുണ്ടായിരുന്നു. ഇനി ജയിലിനകത്തുള്ള സുരക്ഷയും അതിശക്തമായിരുന്നു. 3 ബ്ലോക്കുള്ള വലിയ ജയിൽ ഏതു സമയത്തും 50ഓളം ഉദ്യോഗസ്ഥർ വരാന്തയിൽ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കും. പുറമെ ഇടയ്ക്കിടയ്ക്കുള്ള അപ്രതീക്ഷിതമായ പരിശോധനയും. 600 പേരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്ന ജയിലറകളിൽ മൊത്തം 250 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രതിബന്ധങ്ങളെല്ലാം മുറിച്ചു കടന്ന് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രത്യക്ഷത്തിൽ ആത്മഹത്യാ ശ്രമത്തിന് തുല്യമായിരുന്നു. എങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കാതിരുന്നിട്ടില്ല. ജയിൽ ചരിത്രത്തിൽ മൊത്തം 30ലേറെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതിൽ ഒന്നൊഴികെ എല്ലാം പിടിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. ശ്രമം നടത്തിയ പലരെയും ശ്രമത്തിനിടയിൽ തന്നെ വെടിവെച്ചു കൊന്നു. മറ്റു ചിലർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എന്നാൽ 1962 ജൂൺ 11 ഒരു സാഹസികമായ ശ്രമം ഇന്നും ചുരുളഴിയാതെ നിലനിൽക്കുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള വൻ സീരിയൽ കൊലപാതകികൾ, മറ്റു ജയിലിൽ നിന്നും തടവ് ചാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ. ഈ രൂപത്തിലുള്ള ഹൈ പ്രൊഫൈൽ പ്രതികളുടെ അവസാന സങ്കേതമായിരുന്നു അൽക്കാട്രസ് ജയിൽ. ഇത്തരത്തിൽ അവിടെ എത്തിയതായിരുന്നു ആംഗ്ലിൻ സഹോദരന്മാരും ഫ്രാങ്ക് മോറിസും. ആംഗ്ലിൻ സഹോദരന്മാർ ജോൺ ആംഗ്ലിൻ, ക്ലാരൻസ് ആംഗ്ലിൻ. 2 പേരും അറിയപ്പെട്ട മോഷ്ടാക്കളായിരുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ബാങ്ക് കൊള്ളയിൽ പിടിക്കപ്പെട്ട ഇവർ അറ്റ്ലാന്റയിലെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം പിടിക്കപ്പെട്ടത് അവരെ ഒടുവിൽ 1960 ഒക്ടോബർ 21 അൽക്കാട്രസിലെത്തിച്ചു. ഫ്രാങ്ക് മോറിസ് ചെറുപ്പം മുതൽ അനാഥനായിരുന്നു. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളാണല്ലോ ഒരാളെ കുറ്റവാളിയാക്കുന്നത്. വളരെ ചെറുപ്പം മുതൽ ഫ്രാങ്ക് ഒരു കുറ്റവാളിയായി. ഫ്രാങ്കും അതേ ജയിലിൽ നിന്നും തടവറ ചാടാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതിനാലാണ് 1960 അൽക്കാട്രസിലെത്തിച്ചേരാൻ കാരണം. ജയിൽ ജീവിതം ആരംഭിക്കവേ അവിടെ വെച്ച് അലൻ വെസ്റ്റ് എന്ന ഒരാളുമായി പരിചയപ്പെടുന്നു. അന്നു മുതലാണ് സത്യത്തിൽ കഥയുടെ ആരംഭം. അലൻ സീനിയറായിരുന്നു. ഇവരെക്കാൾ 3 വർഷം മുമ്പേ അവിടെ എത്തിയ പ്രതി. അതിനാൽ അലന് ജയിലിന്റെ ഭൂപ്രകൃതി നന്നായി അറിയാമായിരുന്നു. ഓരോ കുറ്റവാളികൾക്കും ഓരോ ചെറിയ ജയിലറകളാണ് അൽക്കാട്രസിൽ നൽകിയിരുന്നത്. അതിൽ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകും. പുറത്ത് കളിക്കാനും ലൈബ്രറിയുമടക്കം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. തടവ് പുള്ളികൾക്ക് പുറത്ത് ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അത്തരക്കാരെ ജയിലധികൃതർ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അലൻ അത്തരത്തിൽ ഒരുവിധം എല്ലാ ജോലികളും ജയിലിൽ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ജയിൽ ബ്ലോക്കിന്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ ഒരു ചെറിയ വെന്റിലേറ്റർ അലന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അലൻ അത് സൂക്ഷ്മമായി പരിശോധിച്ചു. പൊടിപിടിച്ച് വൃത്തികേടായ അതിനുള്ളിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് ശരീരം കടത്താം. അതിലൂടെ കയറിയാൽ അൽക്കാട്രസ് ജയിലിന്റെ മേൽക്കൂരയിലെത്താമെന്ന് അലന് മനസ്സിലാകുന്നു. ഈ പ്ലാൻ അലൻ തന്റെ അടുത്ത സെല്ലിൽ താമസിക്കുന്ന ഫ്രാങ്ക് മോറീസുമായി പങ്കുവയ്ക്കുന്നു. ഫ്രാങ്ക് ആംഗ്ലിൻ സഹോദരന്മാരെ കൂടി പദ്ധതിയിലേക്ക് ക്ഷണിച്ചു. ഈ 4 പേരും അടുത്തടുത്ത സെല്ലുകളിലായിരുന്നു. അങ്ങനെ 4 പേരും കൂടി ചേർന്ന് ഒരു അവിശ്വസനീയമായ കഥയുടെ ആരംഭം കുറിക്കുന്നു. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്ന വാക്യത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു പിന്നീടുള്ള അവരുടെ ഓരോ കണ്ടെത്തലുകളും.
ജയിലിനു പിറകെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ചെറിയ ഇടനാഴിയുണ്ടായിരുന്നു. ജയിലിലെ അഴുക്ക് കളയുന്ന പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ വഴിയിലെത്തിയാൽ അതിലൂടെ ആ പൈപ്പിൽ പിടിച്ചു കയറി ജയിൽ ബ്ലോക്കിന്റെ മുകളിൽ തങ്ങൾ നേരത്തെ കണ്ടുവച്ച വെന്റിലേറ്ററിനരികെ എത്താനാകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ പദ്ധതി നടക്കണമെങ്കിൽ ആദ്യം തങ്ങൾ താമസിക്കുന്ന ജയിലിന് പുറത്തു കടക്കണം. അതിനുള്ള വഴിയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഇതിനായി ഒരു കുറുക്കുവഴി അവർ വൈകാതെ കണ്ടെത്തി. മറ്റൊന്നുമല്ല, അവരുടെ ജയിൽ മുറിയിലെ ഒരു ചെറിയ വെന്റിലേറ്റർ തന്നെ. വളരെ ചെറിയ വെന്റിലേറ്റർ 18 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് മതിലിനകത്തായതിനാൽ അതിനു ചുറ്റുമായി തങ്ങളുടെ ശരീരം കടക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിക്കണം. അതിനായി കഴിയാവുന്ന ആയുധങ്ങൾ സംഘടിപ്പിച്ചു. മെസ്സിൽ നിന്നും മോഷ്ടിച്ചെടുത്ത സ്പൂണായിരുന്നു പ്രധാന ആയുധം. അതാകുമ്പോൾ ഒളിപ്പിക്കാനും എളുപ്പമായിരുന്നു. സ്പൂൺ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചുരണ്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറത്ത് പാറാവുകാർ കേൾക്കാതിരിക്കാനായി അവർ ഒരു വിദ്യയും പ്രയോഗിച്ചു. ഒരാൾ കോൺക്രീറ്റ് ചുരണ്ടുമ്പോൾ മറ്റേയാൾ ഉച്ചത്തിൽ മ്യൂസിക്കിൽ മുഴുകും. രാത്രി അല്പസമയം സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ അവർക്ക് അനുമതിയുണ്ടായിരുന്നു. ഏതു സമയത്തായാലും ഒരാൾ ചുരണ്ടുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കുന്നുണ്ടാകും. ഇടനാഴിയിലെ പോലീസ് സെല്ലിന് അടുത്തെത്താനാകുമ്പോൾ കാവൽ നിൽക്കുന്നയാൾ അടുത്തുള്ളവന് പ്രത്യേക സിഗ്നൽ കൈമാറും. ഇതുകൂടാതെ കോൺക്രീറ്റ് മതിലിൽ അവർ നടത്തിയ കലാപരിപാടികൾ മറച്ചുവെക്കാനായി മതിലിൻ്റെയും വെന്റിലേറ്ററിൻ്റെയും ഒരു പ്രത്യേക രൂപം കാർഡ്ബോർഡിൽ നിർമ്മിച്ചു. അതേ നിറത്തിൽ അതിന് ചായവും നൽകി. ജോലി കഴിഞ്ഞാൽ അത് ഇങ്ങനെ മറച്ചുവെക്കുന്നതിനാൽ അവരുടെ ഈ കുടിൽ വ്യവസായം പുറത്തുനിന്നും വരുന്ന ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നിരവധി മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ ശരീരം കഷ്ടിച്ച് പുറത്തു കടത്താവുന്ന രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിക്കാൻ അവർക്ക് സാധ്യമായി. ഇവരുടെ ഈ പദ്ധതികളെല്ലാം ജയിലിലുള്ള മറ്റു പ്രതികൾക്കും അറിയാമായിരുന്നത്രേ. അവർ സർവരും ആവുന്ന വിധത്തിലൊക്കെ പദ്ധതിയിലുടനീളം ഇവർക്ക് സഹായവും ചെയ്തു. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തങ്ങൾ താമസിക്കുന്ന സെല്ലിന്റെ പുറത്തെത്താനുള്ള വഴിയൊരുക്കാൻ അവർക്ക് സാധ്യമായി. അതിലൂടെ കടന്ന് ജയിൽ ബ്ലോക്കിന്റെ മുകളിലെത്തി നേരത്തെ കണ്ട ഹാളിലൂടെ ജയിലിന്റെ മേൽക്കൂരയിലെത്തി താഴെയിറങ്ങി പുറത്തു കടന്നാലും തങ്ങളുടെ മുമ്പിലുള്ള കടലിനെ മറികടക്കാൻ കൂടി ഒരു വിദ്യ അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഏറ്റവും വലിയ തടസ്സം ജയിലിന് ചുറ്റുമുള്ള കടലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ അതികഠിനമായ തണുപ്പുള്ള ജലത്തിൽ നീന്തിക്കരയിലെത്താമെന്നത് അസാധ്യമാണ്. അമിതമായ തണുപ്പ് ശരീരത്തെ ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. ബോധം നഷ്ടപ്പെട്ട് ഇത് മരണകാരണമായേക്കാം. അതിനുള്ള തെളിവാണ് ജോൺ പോൾ സ്കോട്ട് എന്ന തടവുപുള്ളിയുടെ രക്ഷപ്പെടലിന്റെ കഥ. അദ്ദേഹത്തിന് അതിവിദഗ്ധമായി ജയിലിൽ നിന്നും പുറത്തു കടക്കാനായിരുന്നു. വാർത്ത അധികൃതർ അറിഞ്ഞതോടെ ഉടൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ ഉഗ്ര തിരച്ചിൽ നടത്തി. സ്കോട്ടിനെ കരയിൽ ബോധരഹിതനായി കണ്ടെത്തി. കരവരെ എത്തിയ അദ്ദേഹത്തെ ഭാഗ്യം തുണച്ചില്ല. ആശുപത്രിയിലെത്തിച്ച് വേണ്ട ചികിത്സ നൽകിയതിനു ശേഷം അദ്ദേഹത്തെ വീണ്ടും അൽക്കാട്രസിലേക്ക് മാറ്റി. ഈ വലിയൊരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന ചിന്തയിലായിരുന്നു അലനും കൂട്ടരും. വൈകാതെ അതിനുള്ള ഉത്തരം ജയിൽ ലൈബ്രറിയിൽ നിന്നും അവരെ തേടിയെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു മെക്കാനിക്കൽ വാരികയിൽ ലൈഫ് ജാക്കറ്റും ചെങ്ങാടവും ഉണ്ടാക്കുന്ന വിശദമായ ഒരു ലേഖനം അവർക്ക് തുണയായി. അതിനായി 50-ലേറെ റെയിൻകോട്ടുകൾ അവർ ജയിലിൽ നിന്നും മറ്റുള്ളവരുടെ സഹായത്തോടെ മോഷ്ടിച്ചു. അതു കീറി അതുകൊണ്ട് ചെങ്ങാടവും ലൈഫ് ബോട്ടും നിർമ്മിക്കാനുള്ള പ്ലാനായിരുന്നു. ഇത്രയേറെ റെയിൻകോട്ടുകളും നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളും സുരക്ഷിതമായി ഒളിപ്പിക്കാൻ ഒരിടം കൂടി വേണം. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ജയിൽ ബ്ലോക്കിന്റെ മുകൾ വശം തന്നെ. മോഷ്ടിക്കുന്ന ഓരോ ജാക്കറ്റും അവിടെ എത്തിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ജയിൽ ബ്ലോക്കിന്റെ നേരെ എതിർവശത്തുള്ള ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്റെ ഇരിപ്പിടത്തിൽ നിന്നും ബ്ലോക്കിന്റെ മുകൾ വശത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അയാളുടെ ശ്രദ്ധയെങ്ങാനും അവിടെ പതിഞ്ഞാൽ പദ്ധതി ആകെ പാളും. അതിനായി അലൻ മറ്റൊരു വിദ്യ പ്രയോഗിച്ചു. ഒരുപക്ഷെ ഈ മുഴുവൻ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ തന്ത്രം അതായിരുന്നു എന്ന് പറയാം. ജയിൽ ബ്ലോക്കിന്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ അലൻ ബോധപൂർവം താഴേക്ക് നന്നായി പൊടി പാറ്റിച്ചു. വല്ലാതെ പൊടി പാറിയപ്പോൾ അടിയിലെ ഉദ്യോഗസ്ഥർ അലനോട് ദേഷ്യപ്പെട്ടു. വൃത്തിയാക്കുമ്പോൾ അടിയിലേക്ക് പൊടി പാറാതിരിക്കാൻ എന്ന വ്യാജേനെ അലൻ ബ്ലോക്കിന്റെ മേൽഭാഗം ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മറച്ചുവെച്ചു. അലന്റെ ഈ വിദ്യയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ജയിലിൽ തങ്ങൾ കിടക്കുന്ന കട്ടിലിൽ അവരുടെ രൂപത്തിന് സമാനമായ ഒരു ഡമ്മി വെച്ചായിരുന്നു അവർ രാത്രി സമയങ്ങളിൽ ജാക്കറ്റ് നിർമ്മാണത്തിനായി പോയിരുന്നത്. ഡമ്മി നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ജയിലിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു. സോപ്പും പേസ്റ്റും പിന്നെ ടിഷ്യൂ പേപ്പർ, കോൺക്രീറ്റ് പൊടി ഇവയായിരുന്നു ഡമ്മി നിർമ്മാണത്തിനായി ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനായി പലരും അവരെ സഹായിച്ചു. കൂടാതെ ഒറിജിനാലിറ്റി തോന്നാനായി യഥാർത്ഥ മുടിയും വെച്ചുപിടിപ്പിച്ചു. ജയിലിലെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ സംഭാവനയായിരുന്നു ആ മുടികൾ.
2 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ ചെങ്ങാടവും ജാക്കറ്റ് നിർമ്മാണവും പൂർത്തിയായി. ഭാഗ്യവശാൽ ജയിലിൽ നിന്നും അത്രയേറെ റെയിൻകോട്ട് മോഷണം പോയത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ജൂൺ 11, 1962 തിങ്കളാഴ്ച ദിവസം. അന്നാണ് കഥയുടെ ക്ലൈമാക്സ്. രാത്രി 9:30 ജയിലിൽ ഉറങ്ങാനായി ലൈറ്റ് അണച്ചപ്പോൾ 4 പേരും രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. ഡമ്മി കട്ടിലിൽ വെച്ച് മോറിസാണ് ആദ്യം പുറത്തു കടന്നത്. 3 പേരും ജയിലിന്റെ പുറകിലെ ഇടനാഴിയിൽ വെച്ച് ഒരുമിച്ചു. പിന്നീട് പൈപ്പിൽ പിടിച്ച് സെൽ ബ്ലോക്കിന്റെ മുകളിലെത്തി. നിർഭാഗ്യവശാൽ പദ്ധതിയുടെ മുഖ്യ സൂത്രധാരനായ അലൻ വെസ്റ്റിന് അന്ന് തന്റെ ശരീരത്തെ സെല്ലിന്റെ വെന്റിലേറ്ററിനകത്തുകൂടെ കടത്താൻ കഴിഞ്ഞില്ല. അലൻ അതിനായി നന്നായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ബ്ലോക്കിന് മുകളിലെത്തിയ 3 പേരും അലനെ കാത്തുനിൽക്കുകയായിരുന്നു. സമയം വളരെ നിർണായകമായതിനാൽ അധികം കാത്തുനിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ നിന്നും ജയിലിന്റെ താഴെ ഇറങ്ങി. ശേഷം ജയിലിനു ചുറ്റുമുള്ള കമ്പിവേലി കടന്ന് കടലിനരികിലെത്തി. അതീവ ജാഗ്രതയോടെയായിരുന്നു ഓരോ ചുവടുവെപ്പും. ശേഷം തങ്ങൾ നിർമ്മിച്ച ചങ്ങാടം വെള്ളത്തിലിറക്കി. ഈ സമയമായപ്പോഴേക്കും അലൻ പുറത്തു കടന്ന് ജയിൽ ബ്ലോക്കിന്റെ മുകളിലെത്തിയിരുന്നു. പക്ഷേ സമയം വൈകിയിരിക്കുന്നു. മറ്റുള്ളവർ ചെങ്ങാടം തുറന്ന് യാത്രയാകുമ്പോൾ പദ്ധതിയുടെ മുഖ്യ സൂത്രധാരന് വർഷങ്ങളായുള്ള തന്റെ സ്വപ്നം ബാക്കിയാക്കി നിരാശയോടെ തന്റെ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. ആ രാത്രി കടന്നുപോയി. രാവിലെ 7 മണിക്ക് ജയിൽ പുള്ളികൾക്ക് ഉണരാനുള്ള ബെല്ലടിഞ്ഞു. രാവിലെ എഴുന്നേറ്റ ഉടൻ എല്ലാവരും ജയിലിന്റെ വാതിലിനടുത്ത് നിൽക്കണം. ശേഷം ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എണ്ണമെടുക്കും. ഇതായിരുന്നു അവിടുത്തെ രീതി. സർവരും എഴുന്നേറ്റപ്പോഴും ആംഗ്ലിൻ സഹോദരന്മാരുടെയും ഫ്രാങ്ക് മോറിസിന്റെയും സെല്ലിൽ മാത്രം ലൈറ്റ് കത്തിയില്ല. അവർ പുതപ്പിനുള്ളിൽ കിടക്കുന്നത് കണ്ട ജയിലുദ്യോഗസ്ഥർ അവരുടെ റൂമിന് മുന്നിൽ വന്ന് ഉറക്കെ വിസിൽ വിളിച്ചു. ഉണർത്താനായി കയ്യിലുള്ള വടി ഉപയോഗിച്ച് തലക്കടിച്ചു. സംഭവിച്ചത് തലയുരുണ്ട് താഴെ വീണു. ഇത് കണ്ട ഉദ്യോഗസ്ഥർ ഞെട്ടിത്തെരിച്ചു. ഈ വിവരം എല്ലായിടത്തും അറിഞ്ഞു. ജയിലിലെ മുക്കുമൂലയും അവർ പരിശോധിച്ചു. നിമിഷങ്ങൾക്കകം കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററും സ്ഥലത്തെത്തി ശക്തമായ പരിശോധന ആരംഭിച്ചു. ചുറ്റുമുള്ള കടലിലെ ഓരോ ഭാഗവും അവർ പരിശോധിച്ചെങ്കിലും പ്രതികളുടെ പൊടി പോലും അവർക്ക് കണ്ടെത്താനായില്ല. പരിശോധനയിൽ FBI ഉദ്യോഗസ്ഥരെ ഏറ്റവും ഞെട്ടിച്ചത് ജയിൽ ബ്ലോക്കിന്റെ മുകൾ ഭാഗത്ത് ബ്ലാങ്കറ്റിന് പുറകെ കണ്ട കാഴ്ചകളായിരുന്നു. ഒരു സ്പെയർ പാർട്സ് കട പോലെയായിരുന്നു അവിടം. 2 ദിവസത്തോളം ഉദ്യോഗസ്ഥർ ചുറ്റുമുള്ള കടൽ അരിച്ചുപെറുക്കിയെങ്കിലും അവർ തുഴയാനുപയോഗിച്ച ഒരു പങ്കായമല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. സമാനമായ മറ്റൊരു പങ്കായം ജയിൽ ബ്ലോക്കിന് മീതെ അലനായി അവർ ഉപേക്ഷിച്ചിരുന്നു. അതിനാൽ അത് അവരുടേതാണെന്ന് എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലെ ഓരോരുത്തരെയും ശക്തമായി ചോദ്യം ചെയ്തു. അലന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ചുമരിൽ ദ്വാരം കണ്ടതോടെ പദ്ധതിയിൽ അലനുള്ള പങ്ക് വെളിപ്പെട്ടു. എന്നാൽ അലൻ മുഴുവൻ വെളിപ്പെടുത്താൻ സന്നദ്ധനായില്ല. പലതും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. എന്നാൽ 3-ാം ദിവസത്തെ തിരച്ചിലിൽ അൽക്കാട്രസ് ദ്വീപിന് 1 മൈൽ അപ്പുറത്തുള്ള മറ്റൊരു ദ്വീപിനരികെ പ്രതികളുടെ ഒരു ചെറിയ റെയിൻകോട്ട് കൊണ്ട് നിർമ്മിച്ച ബാഗ് കണ്ടെത്താനായി. അതിൽ നിരവധി ഫാമിലി ഫോട്ടോകളും കുറെ പേരുടെ അഡ്രസ് കുറിച്ച പേപ്പറുകളും ഉണ്ടായിരുന്നു. പരിശോധനയിൽ ഫോട്ടോകൾ ആംഗ്ലിൻ സഹോദരന്മാരുടെ ഫാമിലിയുടേതാണെന്ന് കണ്ടെത്താനായി. ഇത്തരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിക്കലും പ്രതികൾ കടലിൽ ഉപേക്ഷിച്ചു പോകില്ലെന്നതിനാൽ ചെങ്ങാടം തകർന്ന് പ്രതികൾ മൂവരും മരണപ്പെട്ടു കാണുമെന്ന ശക്തമായ നിഗമനത്തിലായിരുന്നു FBI ഉദ്യോഗസ്ഥർ. 3-ാം ദിവസം അവരുടെ 3 ലൈഫ് ജാക്കറ്റുകളും ദ്വീപിന് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താനായെങ്കിലും അവരുടെ ചെങ്ങാടമോ ശവശരീരങ്ങളോ ഒരിക്കലും അവർക്ക് ലഭിച്ചില്ല. ഇക്കാരണത്താൽ അവർ രക്ഷപ്പെട്ടിരിക്കാമെന്ന് പലരും വിശ്വസിക്കുന്നു. മാത്രമല്ല, സംഭവ ദിവസം രാത്രി ജയിലിലുണ്ടായിരുന്ന സാൻ ഫ്രാൻസിസ്കോ പോലീസിന്റെ മൊഴിപ്രകാരം പ്രതികൾ രക്ഷപ്പെട്ട രാത്രി ഈ 2 ദ്വീപുകൾക്കുമിടയിൽ രാത്രി 1 മണി സമയത്തോളം അസാധാരണമായി ഒരു ബോട്ട് കണ്ടിരുന്നത്രേ. പ്രതികൾ മൂവരെയും സ്വീകരിക്കാനായി വന്ന ആരോ ആയിരിക്കാം ബോട്ടിലെന്നും പിന്നീട് അവർ അതിൽ കയറി രക്ഷപ്പെട്ടിരിക്കാമെന്നും പലരും കണക്കുകൂട്ടി. രക്ഷപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കുടുംബങ്ങളുടെ അരികെ അവർ എത്തുമെന്നതിനാൽ അവരുടെ വീട് കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം ഉദ്യോഗസ്ഥർ പല വേഷത്തിലും രൂപത്തിലും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കുടുംബക്കാർക്ക് പല പേരുകളിലായി കത്തുകൾ വന്നിരുന്നത്രേ. എല്ലാ മദേഴ്സ് ഡേ ദിവസങ്ങളിലും ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മയ്ക്ക് ഒരു അജ്ഞാത ഗിഫ്റ്റ് വന്നിരുന്നു. ഇക്കാരണത്താൽ 1973 ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മ മരണപ്പെട്ടപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ FBI അവിടെ നിരീക്ഷിച്ചുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. എന്നാൽ മരണപ്പെട്ട ദിവസം രാവിലെ അവിടെയെങ്ങും കാണാത്ത 3 വൃദ്ധയായ സ്ത്രീകൾ വീട്ടിൽ വന്നതായും പിന്നീട് അവരെ കണ്ടില്ലെന്നും കുടുംബക്കാരുടെ മൊഴിയുണ്ടായിരുന്നു.
15 വർഷത്തോളം FBI അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാൽ 1977 അന്വേഷണം US മാർഷൽ ഏറ്റെടുത്തു. അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പ്രതികൾ മറ്റേതോ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടിരിക്കാം എന്ന് പറയപ്പെടുന്നു. ഏതായാലും അവരുടെ അതിസാഹസികതയുടെ കഥ ലോകം അറിഞ്ഞെങ്കിലും 3 പേർക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ചുരുളഴിയാതെ കിടക്കുന്നു.